ഇത് പൂങ്കുന്നം സെയിന്റ് ജോസഫ് ദേവാലയം. ഈ ദേവാലയത്തിലെ ചില വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിശബ്ദമായ ആരാധനയുണ്ട്. 6 മണിയുടെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ആരാധന സമാപിക്കുന്നത്. അതുപോലെ അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ 12 മണി വരെയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെയും വിശുദ്ധ കുമ്പസാരവും ഉണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈശോയോട് ചേർന്ന് ആയിരിക്കുവാനും അനുദപിച്ച് ഒരു നല്ല കുമ്പസാരം നടത്തി പുതിയ ഒരു വ്യക്തിയായി തീരുന്നതിനും ഇത് വളരെ നല്ല ഒരു അവസരമാണ്. ഇവിടെ യൗസേപ്പ് പിതാവ് ഉറങ്ങുന്ന ഒരു തിരുസ്വരൂപമുണ്ട്. റോമിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വെഞ്ചിരിച്ച് കൊടുത്തയച്ചതാണ്. വചന ലില്ലിയാണ് മറ്റൊരു പ്രത്യേകത. വചനത്തെ സ്നേഹിക്കാൻ, വചനം പഠിക്കാൻ ഒരുക്കിയിരിക്കുന്നതാണ് ഈ ലില്ലി മരം. അടുത്തു വെച്ചിരിക്കുന്ന ബൈബിളിൽ നിന്ന് ഒരു വചനമെടുത്ത് പഠിക്കുക. ആ വചനം അടുത്തുള്ള മേശയിൽ ഒരു ട്രേയിൽ ഇലയുടെ ആകൃതിയിൽ വെട്ടിവെച്ചിരിക്കുന്ന പേപ്പറിൽ എഴുതി വചന ലില്ലിയുടെ ശിഖരത്തിൽ കെട്ടുക. ദേവാലയത്തിന്റെ പുറത്തേക്കിറങ്ങിയാൽ ഇവിടുത്തെ കൊടിമരത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. ഈശോയുടെ 33 വയസ്സ് പ്രതിനിധാനം ചെയ്ത് 33 അടി ഉയരവും യൗസേപ്പ് പിതാവിന്റെ നാമത്തിൽ ഉള്ള ദേവാലയമായതുകൊണ്ട് ലില്ലിപ്പൂക്കളും നിത്യാരാധന ദേവാലയമായതുകൊണ്ട് അരുളിക്കയും ഈ കൊടിമരത്തിലുണ്ട്. പിന്നെയുള്ളതാണ് തിരുക്കുടുംബത്തിന്റെ കപ്പേള. ഉണ്ണി ഈശോയെ തോളിലെടുത്ത് ഉണ്ണി ഈശോയിൽ നിന്ന് സ്നേഹമുത്തം വാങ്ങുന്ന യൗസേപ്പ് പിതാവും മാതാവുമാണ് കപ്പേളയിൽ. ഇന്ത്യയിൽ ആദ്യമായാണ് ഉണ്ണീശോ തോളിലിരുന്ന് ചുംബിക്കുന്ന യൗസേപ്പ് പിതാവിന്റെ തിരുസ്വരൂപം ഉള്ളത്. ഈ തിരുസ്വരൂപം കാണുമ്പോൾ ഉണ്ണിയോട് ഒരുപാട് വാത്സല്യവും മനസ്സിന് ഒരുപാട് സന്തോഷവും തോന്നും. ഏതെങ്കിലും ബുധനാഴ്ചകളിൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ദേവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കണം. ഒരു പ്രത്യേക അനുഭൂതിയാണത്. തൃശൂർ ജില്ലയിൽ പൂങ്കുന്നം പാട്ടിനായ്ക്കൽ റോഡിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്.